നമസ്കാരം. കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ കൊള്ളയെക്കുറിച്ചാണ്. ഓരോ ദിവസവും പുറത്തേക്ക് വരുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ കേട്ട് നമ്മളൊക്കെ തലയിൽ കൈവച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആവാൻ കഴിയുന്നത്? ഒരു വിശ്വാസമാണ് മനുഷ്യൻ്റെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നത്. എന്നാൽ അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ പോലും കൊള്ളയടിക്കുന്നു. ആര് കൊള്ളയടിക്കുന്നു? ഏതെങ്കിലും ഒരു കള്ളൻ പോയി കൊള്ളയടിക്കുകയല്ല. ശബരിമലയിൽ കടന്നു കയറാൻ എന്തെങ്കിലും അധികാരം കിട്ടിയ സകലരും കൊള്ളയടിക്കുന്നു. ഈ കൊള്ളയടിക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, സകല ഭക്തജനങ്ങളെയും പറ്റിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഇവിടെ വന്ന് പറ്റിക്കപ്പെട്ടു പൊയ്ക്കോളൂ, ഞങ്ങൾ ഭഗവാന്റെ എല്ലാം അടിച്ചു മാറ്റും, ഞങ്ങൾക്ക് ഈ ഭഗവാനെ സംരക്ഷിക്കുന്ന ചുമതല വെറും തട്ടിപ്പ് മാത്രമാണ്, ഞങ്ങൾക്ക് പണമാണ് വേണ്ടത്, യശസ്സാണ് വേണ്ടത്, നിങ്ങൾ പാവം ഭക്തജനങ്ങൾ മര്യാദയ്ക്ക് വന്ന് വല്ലതും നേർച്ചയിട്ടിട്ട് പൊക്കോളൂ, ഞങ്ങളത് അടിച്ചു മാറ്റും എന്ന മനോഭാവം. നോക്കൂ, ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് അവിടെയുള്ള സകല ജീവനക്കാരും കൊള്ളക്കാരാണെന്നാണ്. ഇന്നലെ ഹൈക്കോടതി തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, സഹിക്കാൻ കഴിയുന്നില്ല, ഒരുത്തിനെയും വെറുതെ വിടരുതെന്ന്. ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്നും 40 ലക്ഷത്തിലധികം രൂപ ദേവസ്വം ബോർഡിൻ്റെ അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ജീവനക്കാർ അവരവരുടെ വീടുകളിലേക്ക് അയച്ചു എന്നാണ് റിപ്പോർട്ട്. ആലോചിച്ച് നോക്കൂ, 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ ഒറ്റയടിക്ക് അയച്ച കക്ഷികളുണ്ട്. സാധാരണഗതിക്ക് സന്നിധാനത്ത് ഡ്യൂട്ടിക്ക് വരുമ്പോൾ ആവശ്യത്തിനുള്ള പണം നമ്മൾ കൊണ്ടുവരികയാണ്, ഭക്ഷണം അവിടെ കിട്ടും, അന്നദാനമുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം അങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടുന്ന് പണം അയച്ചു കൊടുക്കുകയാണ്. 1 ലക്ഷവും 1.5 ലക്ഷവും ഒക്കെ ജീവനക്കാർ അയച്ചു കൊടുക്കുകയാണ്. എവിടെ നിന്നാണ് ഈ പണം അവർ അയക്കുന്നത്? അടിച്ചു മാറ്റുന്നതാണ് എന്ന് തീർച്ച. അവിടെ വരുന്ന നേർച്ചപ്പണം കാണിക്കയിൽ കൈയിട്ട് വാരി ഇവറ്റകൾ അടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് അവർക്ക് കാത്തിരിക്കാൻ സമയമില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് അവർ മണി ഓർഡറായി അയക്കുന്നു. ദേവസ്വം വിജിലൻസ് അതേക്കുറിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി. SBIയും ധനലക്ഷ്മി ബാങ്കും പോസ്റ്റ് ഓഫീസുമാണ് അവിടെയുള്ള 3 ധനകാര്യ സ്ഥാപനങ്ങൾ. ദേവസ്വം വിജിലൻസ് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ദേവസ്വം ജീവനക്കാർ മണി ഓർഡറായി വീട്ടുകാർക്ക് അയച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടു. അതനുസരിച്ച് അവർ അന്വേഷണം വിപുലപ്പെടുത്താൻ അത്തരം ചില ജീവനക്കാരെ വിളിച്ചു വരുത്തിയിട്ടും അവരാരും എത്തിയില്ല. ഈ വിവരം കാണിച്ചുകൊണ്ട് കൃത്യമായ റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് കൊടുക്കുന്നു. ഹൈക്കോടതി പറഞ്ഞു, കഴിഞ്ഞ നവംബർ മുതലുള്ള കാലത്ത് സന്നിധാനത്ത് പണിയെടുത്തിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും എല്ലാ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുക. അവർ ആർക്കൊക്കെ പണം അയച്ചു, ആരൊക്കെ അവർക്ക് പണം അയച്ചു, എന്തെല്ലാം ഇടപാടുകൾ നടത്തി, അതിനോട് സഹകരിക്കാൻ SBIയോടും ധനലക്ഷ്മിയോടും പോസ്റ്റ് ഓഫീസിനോടും പറഞ്ഞിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ശബരിമലയിലെ ഭീകരമായ കൊള്ളയുടെ വാർത്തകൾ നിറഞ്ഞാടുന്ന സമയമാണിത്. സകല ഭക്തരും നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് അയ്യപ്പനെ അടിച്ചു മാറ്റാൻ ശ്രമിച്ച ക്രൂരന്മാരുടെ വൃത്തികേടുകളെക്കുറിച്ച്. അത് ഓർത്ത് വേദനിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ അവിടെ കൂടിയിരിക്കുന്ന ഈ ജീവനക്കാർ ഈ നേർച്ചപ്പണവും കാണിക്കപ്പണവും ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ എന്ത് സ്വഭാവക്കാരാണ്, എന്ത് ദുഷ്ടന്മാരാണ്. ആലോചിച്ച് നോക്കൂ, സകലരും കള്ളന്മാർ. ശബരിമല എന്ന് പറയുന്നത് അയ്യപ്പ സന്നിധിക്ക് പകരം കൊള്ളക്കാരുടെ സന്നിധിയായി മാറി. മുഴുവൻ പേരും കൊള്ളക്കാർ, മന്ത്രി മുതൽ തന്ത്രി വരെ കൊള്ളക്കാർ. തന്ത്രിയുടെ കഥ കേട്ടില്ലേ? നമ്മളൊക്കെ തന്ത്രി കൊള്ളാം, തന്ത്രി നിരപരാധിയാണെന്ന് പറഞ്ഞു. പക്ഷെ തന്ത്രിക്ക് കോടികളുടെ നിക്ഷേപമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ കോടികളിൽ ചിലത് 2-2.5 കോടി രൂപ ഒരു പൊളിഞ്ഞുപോയി ബാങ്കിൽ കൊണ്ടിട്ടിട്ട് തന്ത്രി പരാതി പോലും പെട്ടില്ല. കാരണം പരാതിപ്പെടാൻ രേഖ വേണമല്ലോ, ഇതിൻ്റെ സോഴ്സ് വേണമല്ലോ. ഇല്ല, കിട്ടുന്ന വരുമാനം ദക്ഷിണയാണെന്ന് വയ്ക്കുക, അതിനും നികുതി അടയ്ക്കണ്ടേ, അതും കണക്കിൽ കാണിക്കണ്ടേ, ഒന്നും കാണിച്ചിട്ടില്ല. തന്ത്രി പോലും പണം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ അച്ഛൻ എന്നൊക്കെയാണ് സങ്കല്പം. ആ തന്ത്രി അയ്യപ്പനെ പണം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആരെയാണ് പഴിക്കുന്നത്? മന്ത്രി അടിച്ചു മാറ്റിയതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ? ഇതൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കൊള്ളയാണ്. കഴിഞ്ഞ 10 വർഷം കമ്മിക്കൂട്ടം അവിടെ ഭരിച്ചു മുടിപ്പിച്ച് കൊള്ളയടിച്ചതിൻ്റെ ചരിത്രമാണ്. അവരുടെ 30 കിലോ സ്വർണം 98-ൽ വിജയമല്യ കൊണ്ട് സ്ഥാപിച്ച 30 കിലോ സ്വർണം അടിച്ചു മാറ്റി. അതിൽ എത്ര ബാക്കിയുണ്ടെന്ന് ഒരു അന്വേഷണവും ഇതുവരെ നടന്നിട്ടില്ല, ആർക്കും അറിയില്ല. 30 കിലോയും ഇവറ്റകൾ കൊണ്ടുപോയി കാണും. ആകപ്പാടെ ചാർജ് ചെയ്തിരിക്കുന്നത് കട്ടിളപ്പടി അടിച്ചു മാറ്റിയതിനും ദ്വാരപാലക ശില്പം അടിച്ചു മാറ്റിയതിനുമാണ്. ബാക്കി സ്വർണം എവിടെ? അവിടെയുണ്ടായിരുന്ന സ്വർണം മുഴുവൻ അവറ്റകൾ കൊണ്ടുപോയി. പുരാവസ്തു മൂല്യമുള്ള സ്പിരിച്വൽ വാല്യൂവുള്ള സ്വർണ്ണമാണെന്ന് ഓർക്കണം. ആ സ്വർണം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. നേരത്തെ ആ സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ഗോവർദ്ധൻ്റെ ജുവലറിയിൽ പോയി കുറേ റിക്കവറി ചെയ്തിരുന്നു. എന്നാൽ അത് പുതിയ സ്വർണ്ണമാണെന്നും
ഗോവർദ്ധൻ്റെ ജുവലറി ഇരിക്കുന്നത് ഇവിടുന്ന് അടിച്ചു മാറ്റിയ സ്വർണ്ണമല്ലെന്നും തെളിഞ്ഞിരിക്കുന്നു. ആ സ്വർണം എങ്ങോട്ട് പോയി? ഓർക്കണം, ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ, കമ്മീഷണർമാർ, ഡെപ്യൂട്ടി കമ്മീഷണർമാർ, തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, എല്ലാ അർത്ഥത്തിലുമുള്ള സകലരും ചേർന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നു. ഇവരെ അയ്യപ്പനെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. CPM നേതാക്കളും CPM യൂണിയൻകാരുമാ ഇവരിൽ മിക്കവരും. ഇവരെല്ലാം കൂടി അടിച്ചു മാറ്റിയതിന് കണക്കില്ല. അത് കേട്ട് കോടതി മടുത്ത് പേടിച്ചിരിക്കുക. ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വിജിലൻസിനെ ഇറക്കി UDF കാലത്തേക്ക് പോകുന്നുണ്ട്. UDF അടിച്ചു മാറ്റിക്കാണും, ഇല്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഈ സന്നിധാനത്തേക്ക് പോകുന്നവർ മുഴുവൻ അടിച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തിൽ പോയവരാണെന്ന് ബോധ്യമായി വരുന്നു. എന്തൊരു തരം മനുഷ്യരാണ് ഇവരൊക്കെ, എത്ര നീചത്വമാണ് ഇവർ. ഭഗവാന്റെ സ്വത്തടിച്ചു മാറ്റുക, അതും ഒരു ഉളുപ്പുമില്ലാതെ. നമ്മളൊരു വീഡിയോ കണ്ടത് ഓർമ്മയില്ലേ? ഒരു പോറ്റി പൂണൂലൊക്കെ ഇട്ട് ഉടുപ്പിടാതെ നിൽക്കുന്ന ഒരു പോറ്റി, എന്നിട്ട് പണമെടുത്ത് പുറകിൽ നിൽക്കുന്നവൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. പുറകിൽ നിൽക്കുന്നവൻ പുറകിലേക്ക് കൈകെട്ടി നിൽക്കുന്നതായി തോന്നും, ആർക്കും അങ്ങനെ തോന്നും. പക്ഷെ പിറകിൽ നിൽക്കുന്നവൻ ആ പണം കൈപ്പറ്റിക്കൊണ്ടു പോകുന്നു. എന്ന് വെച്ചാൽ ഇത്തരത്തിലാണ് അവിടുത്തെ കാണിക്ക അടിച്ചു മാറ്റുന്നത് എന്നർത്ഥം. ഇങ്ങനെ സകലരും അടിച്ചു മാറ്റുന്നത്. ആരാണ് അടിച്ചു മാറ്റാത്തത്? ബാക്കിയുള്ളത്. അവിടെ കൊടിമരത്തിന്റെ ചുവട്ടിൽ മാന്തുന്നു, ദ്വാരപാലക ശില്പം അടിച്ചു മാറ്റുന്നു, കട്ടളപ്പടിയും ശ്രീകോവിലും അടിച്ചു കൊണ്ടുപോകുന്നു. സകലരും പോറ്റി എന്നതിൻ്റെ പേരിടും. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആരാണ് അവിടെ കള്ളന്മാരല്ലാത്തതായുള്ളത്? സകലരുടെയും കഥ കഴിയുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവറ്റകൾ അവിടെ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾക്ക് അറുതി വരികയാണ്. ഇതൊന്നും ആരും അറിയാതെ കൊള്ളയെ മുമ്പോട്ട് പോയി. കാരണം ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ഭക്തരെത്തുകയാണ്. സിംഗപ്പൂരിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും പോലും സ്ഥിരമായി എത്തുന്ന ഭക്തരുണ്ട്. അവരൊക്കെ കൊണ്ട് ഭഗവാന് കൊടുക്കുന്ന കാണിക്ക മുഴുവൻ ഇവറ്റകൾ അടിച്ചു മാറ്റുകയായിരുന്നു. ഇങ്ങനെ അടിച്ചു മാറ്റി ഇവറ്റകൾ സ്വരൂപിച്ചു കൂട്ടിയ സ്വത്തൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയാതായി. എല്ലാവരും ജയിലിലായിരുന്നു. ഇത്രയോ വലിയ പ്രമാണിമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റും MLA ഒക്കെ ആയിരുന്നവൻ 3 മാസം ജയിലിൽ കിടന്നു. എന്നിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നു. പുറത്തിറങ്ങിയിട്ട് സമാധാനമുണ്ടോ? ED പിന്നാലെയുണ്ട്. ഇങ്ങനെ അടിച്ചു മാറ്റിയ സ്വത്തുക്കളും അല്ലാതെയുള്ള സ്വത്തുക്കളും ED അറ്റാച്ച് ചെയ്യുന്നു. ഇനി ജീവിതകാലം മുഴുവൻ നാണക്കേട്, കേസിന്റെ പുറകെ നടക്കണം. വീട്ടിൽ പോലും കയറാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. നാട്ടുകാർ പരിഹസിക്കുന്നു. ആലോചിച്ച് നോക്കി ഇവരുടെയൊക്കെ അവസ്ഥ. വലിയ പൊതുപ്രവർത്തകരായിരുന്നു, സാമൂഹ്യ പ്രവർത്തകരായിരുന്നു. വീട്ടിലും നാട്ടിലുമൊക്കെ ഒറ്റപ്പെട്ട് ഇനി മുറിയിൽ തന്നെ കഴിയണം. എന്നിട്ടോ അടുത്ത ഏജൻസി പൊക്കിക്കൊണ്ടുപോയ കൂടെ പോവേണ്ടി വരും. ഒടുവിൽ ഇതെല്ലാം കഴിയുമ്പോൾ എല്ലാ തെളിവുമുണ്ട്. ജാമ്യം പോലും ആരും കൊടുക്കില്ല. സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ആര് ചെന്നാലും ഓടിച്ചു വിടുക. എൻ്റെ ഒടുവിലോ ശിഷ്ടകാലം മുഴുവൻ ദുരിതം, ജയില്, ഈ അടിച്ചു മാറ്റി ഒരു സ്വത്തും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം, നാണക്കേട്, നാട്ടിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യം, വീട്ടിലുള്ളവർ പോലും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത സാഹചര്യം. എന്തൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഇവരൊക്കെ പോയത്. ജാമ്യം കിട്ടി പുറത്ത് വന്നാലും ആരെങ്കിലും ഇവരെ ഗൗനിക്കുമോ? അയ്യപ്പൻ്റെ പണം മുഴുവൻ അടിച്ചു മാറ്റിയവന്മാരുടെ ഗതികേടാണ്. ആ ഗതികേടിലേക്ക് പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ പിടിച്ചകത്തിടാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം അവന്മാരെ അവിടുന്ന് അടിച്ചു മാറ്റിയിട്ട് മണി ഓർഡർ വഴി അയച്ചു കൊടുത്തു, ഒരു ഉളുപ്പും നാണവുമില്ലാതെ. ഈ അന്വേഷണം നടക്കുമ്പോൾ ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡാണ് ഇന്നലെ ഉത്തരവിട്ടത്. ഉത്തരവനുസരിച്ച് ഇനി ഉടനടി അന്വേഷണം വേണം, സകല കാര്യങ്ങളും അന്വേഷിക്കണം. ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് ഹാജരാക്കണം. ഇവിടുന്ന് 1 രൂപയെങ്കിലും അടിച്ചു മാറ്റിയവൻ അകത്ത് കിടക്കണം എന്നതാണ് കോടതിയുടെ നിലപാട്. ഓർക്കണം, കഴിഞ്ഞ കുറേ കാലമായി അയ്യപ്പനെ വിറ്റ് കൊള്ളയടിച്ച് ജീവിക്കുകയായിരുന്നു ഈ വൃത്തികെട്ടവന്മാർ. ഒടുവിൽ ഭഗവാനെ സഹിക്കാൻ കഴിയാതായപ്പോൾ എല്ലാറ്റിനെയും പിടിച്ച് അകത്തിടാൻ തീരുമാനിച്ചു. കൂട്ടത്തോടുകൂടി ജയിലിൽ പോയിക്കൊണ്ടിരിക്കുന്നു. 1 രൂപ മോഷ്ടിച്ചവനും ജയിലിൽ പോകണം. അതിനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. നമുക്ക് ഭഗവാന് നന്ദി പറയാം, ഈ വൃത്തികെട്ട ജന്മങ്ങളെ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ച് തന്നതിന്.